ശ്രീ ഡോക്ടർ പ്രേംകുമാർ, എന്തുകൊണ്ട് ഈ കൺഫ്യൂഷൻ എന്നുള്ളത് കൂടിയാണ് അഡ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ നേതാക്കളോട് ചോദിച്ചപ്പോൾ ഫാസിസം വന്നിട്ടില്ലല്ലോ, ഫാസിസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ AKG സെന്റർ ഇവിടെ നിൽക്കില്ലല്ലോ, ഫാസിസം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയില്ലല്ലോ എന്ന മറ്റുള്ളൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചതാണല്ലോ ഇത്രയധികം കൺഫ്യൂഷനും ഫാസിസം എന്ന ആ ഒരു ടെർമിനോളജി തന്നെ CPM നിരാകരിക്കുകയാണെന്ന ചോദ്യത്തിനുമൊക്കെ ഇടയാക്കിയത്. അഭിലാഷ്, അതായത് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഫാസിസവും നിയോ ഫാസിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണെന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്, നിരാശയുണ്ട്. ഫാസിസം ഇല്ലാത്ത അവസ്ഥയെ അല്ല നിയോ ഫാസിസം എന്ന് പറയാം. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ 1940s മുന്നേ നടപ്പിലാക്കിയ ഒരു ഭരണവ്യവസ്ഥയാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. 21ാം നൂറ്റാണ്ടിൽ 2020-ലോ 24-ലോ അങ്ങനെയല്ല ഫാസിസം വർക്ക് ചെയ്യുന്നത്. ഡെമോക്രസിയുടെ ഉള്ളിൽ, ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പഴയ ഫാസിസ്റ്റ് ഐഡിയോളജി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രകാശ് കാരാട്ടോ സീതാറാം യെച്ചൂരിയോ കണ്ടെത്തിയ ടേം അല്ല നിയോ ഫാസിസം എന്നുള്ളത്. ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരുന്ന BJPയുടെ സർക്കാർ ഡെമോക്രാറ്റിക് സർക്കാരാണ്. പക്ഷേ അവർ പഴയ മിലിറ്ററൈസേഷനേക്കാൾ കൂടുതൽ പ്രൊപ്പഗൻഡയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിയമങ്ങൾ റദ്ദാക്കുകയല്ല ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് റൂൾസ് അല്ലെങ്കിൽ ലോസ് റദ്ദാക്കുകയല്ല ചെയ്യുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. മീഡിയയെ പർച്ചേസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിക്കുക. അതേസമയം തന്നെ അവർ സിനോഫോബിക് ആയിരിക്കും, ന്യൂനപക്ഷങ്ങളെയും വിദേശ ശക്തികളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള പുച്ഛവും പ്രശ്നവും ദേഷ്യമൊക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ ഫാസിസത്തിന് ആഗോള അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് നിയോ ഫാസിസം എന്നുള്ളത്. ഇത് ഇപ്പോഴത്തെ കുരങ്ങൻ എന്താ മനുഷ്യനാവാത്തതെന്ന് ചോദിക്കുന്ന പോലെ ഫാസിസം ഇല്ലാന്ന് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് വാട്സപ്പിൽ ഓടും, കനകോലുവിൻ്റെ ഇതിലേക്ക് പെടും. പക്ഷേ പൊളിറ്റിക്സിനെ സീരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ പറയുന്നതിന് അത് പൊള്ളത്തരം മനസ്സിലാവും. പിന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം ചർച്ച ചെയ്യാനല്ലെന്നേ ഇവർ കൊല്ലത്ത് പോയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം, കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷം എന്തൊക്കെ ചെയ്തു, ഇനി അടുത്ത 3 വർഷക്കാലം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് VD സതീശൻ്റെ പ്രസ്താവനയെ പറ്റിയിട്ടോ K സുധാകരൻ KPCC പ്രസിഡന്റ് ആയി നിൽക്കുന്നതിനെ പറ്റിയിട്ടോ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതെന്താണ് പരിപാടി എന്ന് അറിയാതെ അടിച്ച് ഡയലോഗ് വിടുകയാണ്. ഇതിനോട് പ്രതികരിക്കേണ്ടി വരുന്നത് വലിയ സങ്കടമാണ്. വളരെ ക്ലിയർ ആയിട്ടാണ് പ്രകാശ് കാരാട്ട് VD സതീശനോട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. VD സതീശനെ പറ്റി പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ BJPക്കെതിരെയുള്ള നിലപാടുകൾ എടുക്കാത്തതിന്റെ ഉദാഹരണങ്ങൾ എന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള വളരെ മൈന്യൂട്ടായ സമരങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടല്ല ഈ സമ്മേളനം. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്ന പാർട്ടി സമ്മേളനമാണ്. നിങ്ങൾക്കിത് നടത്തി പരിചയമില്ലാത്തതുകൊണ്ട് അറിയാത്തത്. നിങ്ങൾക്ക് ഈ പരിപാടി നടത്തിയിട്ട് പരിചയമില്ലല്ലോ. പഴകുളം മധുവിന്റെ ജീവിതത്തിൽ ഈ സാധനം നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് വേറൊരു പരിപാടിയാണ് സർ. ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയൂ. അപ്പൊ ചർച്ചയ്ക്ക് ഒരു സുഖം ഉണ്ടാവും, കേൾക്കാൻ രസമുണ്ട്. അല്ലെങ്കിൽ ആൾക്കാര് നിങ്ങളിത് അറിയാതെ പറയാണെന്ന് കരുതി പ്ലീസ് അങ്ങനെ ഒരു സീൻ ഇല്ലാതെ നോക്കൂ. ശരി, ഓക്കെ.